നമ്മുടെ പാലസ്തീനോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. 2 വേണമെങ്കിൽ നിയമസഭയിൽ ഒരു പ്രമേയം പാസ്സാക്കാം. ഈ 2 കാര്യങ്ങൾ അല്ലാതെ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിപ്പോൾ അവിടെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ? ഇസ്രായേലിനെതിരായിട്ട് യുദ്ധം ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ പട്ടാളമൊന്നും ഇല്ലല്ലോ. പട്ടാളം മോഡിയുടെ കയ്യിലല്ലേ, അത് കയ്യിൽ കിട്ടില്ലല്ലോ, നമുക്ക് തരില്ലല്ലോ. ഇതിനല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? മോനെ മുരളീന്റെ കുഞ്ഞമ്മയ്ക്ക് കാവല് നിൽക്കാനും കുഞ്ഞമ്മയുടെ പേരെടുക്കാനും വാപ്പാന്റെ അതിർത്തി തർക്കം തീർക്കാനുള്ളതല്ല ഇന്ത്യൻ മിലിറ്ററി എന്ന് പറയണത്. അയ്യോ, 4 വോട്ട് കിട്ടാൻ വേണ്ടി എന്താ പറഞ്ഞ്? ഇന്ത്യൻ മിലിറ്ററി ഞങ്ങളുടെ കയ്യിലല്ലല്ലോ, മോദിയുടെ കയ്യിലല്ലേ. അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങ് ഫലസ്തീനിൽ പോയിട്ട് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തേനെയാണ്. നീ കുറെ ഉണ്ടാക്കിയാനെ. എന്റെ പൊന്ന് ചങ്ങായി, നാണമില്ല നിനക്കൊന്നും. നാണം എന്നൊരു സാധനം നിനക്കൊക്കെ ഉണ്ടോ? എന്ത് പ്രീണനാണ് അതൊക്കെ? യജാതി പ്രീണനാണ്. പിണറായി വിജയനൊന്നും ഒന്നുമല്ലട്ടാ ഈ വിഷയത്തിന് മുമ്പിൽ. ഇന്ത്യൻ മിലിറ്ററി മോദിയുടെ കയ്യിലല്ലേ, ഞങ്ങളുടെ കയ്യിലായിരുന്നെങ്കിൽ ഞങ്ങളങ്ങ് ഫലസ്തീനിൽ പോയിട്ട് യുദ്ധം ചെയ്തേനെ എന്ന് പറയുന്നത് ഒരു തരം മാനസിക രോഗാട്ടാ തനിക്ക്. നീ വേഗം ചികിത്സ കണ്ടെത്തണം. ഏതോ നാട്ടിൽ കിടക്കണ 2 ആൾക്കാരുടെ പ്രശ്നത്തിൽ പോയിട്ട് ഇന്ത്യൻ പട്ടാളക്കാരെ ബലി കൊടുക്കാമെന്ന് തീരുമാനിക്കുന്ന നിന്നെ പോലത്തെ കോവർ കഴുതകളെ നടുറോട്ടിൽ കൈകാര്യം ചെയ്യണം, എന്നാലേ ശരിയാവുള്ളൂ. എന്താ നിന്റെയൊക്കെ കണക്കൂട്ടില്? അപ്പൊ നിന്റെയൊക്കെ അടുത്താണ് ഇപ്പൊ ഇന്ത്യ എന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ എന്താ പറയാ രാജാവ്, നിന്റെയൊക്കെ വിഡ്ഢികളുടെ സ്വർഗത്തിലെ രാജാവ് രാഹുൽ ഗാന്ധിയുടെ കയ്യിലാണ് ഇപ്പൊ ഇന്ത്യ എന്നുണ്ടെങ്കിൽ കുറെ പട്ടാളക്കാരിപ്പൊ ഇല്ലേ പെട്ടിക്കകത്തായനെ. നീയൊക്കെ കൂടി കൊലക്ക് കൊടുത്തേനെ. ഏതോ നാട്ടിലെ ഏതോ ആളുകൾക്ക് വേണ്ടി സ്വന്തം നാട്ടിലെ വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ പ്രീണനം നടത്താൻ വേണ്ടി സ്വന്തം പട്ടാളക്കാരെ അങ്ങോട്ട് പറഞ്ഞേച്ചാണ് നീയൊക്കെ അല്ലേ? അതെന്താടാ, മിലിറ്ററി ഒക്കെ നിന്നെ കളിക്കാനുള്ളതാണോ? നിന്റെ കുടുംബത്തിലെ എന്താ തീട്ടം കോരാനുള്ളതാണോ ഈ പറയുന്ന ഇന്ത്യൻ മിലിറ്ററി എന്ന് പറയണത്? ആണോ? നിന്റെയൊക്കെ എളാപ്പാക്കും മൂത്താപ്പാക്കും അതിർത്തി പ്രശ്നം ഉണ്ടാകുമ്പോ അത് തീർക്കാൻ പോണതാണോ മിലിറ്ററി? നിന്റെയൊക്കെ 4 വോട്ടിന് വേണ്ടി മരിച്ചു വീഴുള്ളതാണോ ഈ പറയുന്ന മിലിറ്ററി? നീ ഏതാണ് കോപ്പേ? അറിയായിട്ട് ചോദിക്കാണ്, നീ ഏതാണ്? നീ എവിടുന്ന് വരണ അവനൊക്കെ? ഇതൊക്കെ ഈ നാട്ടുകാര് കാണട്ടവനൊക്കെ. എന്തായാലും കാണണം നിങ്ങൾ. ഇവരെ പോലത്തെ അലവലാദികളൊന്നും നിങ്ങൾ ജയിപ്പിച്ചു വിടരുതിട്ടാ. ഇവന്റെയൊക്കെ കയ്യിൽ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അവസ്ഥയെ നോക്ക്. ഇവിടുത്തെ സാധാരണ ഹൈന്ദവരോടാണ് ഞാൻ പറയണത്. ഇവന്റെയൊക്കെ 4 വോട്ടിന് വേണ്ടി അന്യ രാജ്യത്ത് പോയിട്ട് യുദ്ധം ചെയ്യാൻ വരെ മിലിറ്ററിനെ പ്രേരിപ്പിക്കുന്നു പറഞ്ഞ വ്യക്തികളവന്മാര്. ഇവന്മാരെ 4 വോട്ടിന് വേണ്ടി ഹിന്ദുക്കളെ തലവെട്ടാൻ ഇവന്മാര് തയ്യാറാവും. നിങ്ങൾ വെട്ടിക്കോ, ഞങ്ങൾ കണ്ണു ചുമ്പിക്കോളാന്ന് പറയും ഇവനൊക്കെ. മനസ്സിലായ? ഇവനൊന്നും ഒരു വോട്ട് പോലും കൊടുത്തേക്കരുത്. ഞാൻ പറയാ, മാനാഭിമാനമുള്ള ഹൈന്ദവരോടാ പറയണേ, ഇവനൊന്നും ഒരു വോട്ട് പോലും കൊടുത്തേക്കരുത്. ഈ വക തെണ്ടികൾക്ക് ഒരു വോട്ട് നിങ്ങൾ കൊടുത്തേക്കരുത്. 4 വോട്ടിന് വേണ്ടി പ്രീണനം നടത്തുകയാണേ. സ്വന്തം മിലിറ്ററിനെ അങ്ങ് ഫലസ്തീനിൽ കൊണ്ടുപോയിട്ട് യുദ്ധം ചെയ്യിപ്പിച്ചേനെ. മോദിയുടെ കയ്യിലല്ല മിലിറ്ററി എന്നുണ്ടെങ്കിൽ. എടാ, ആണൊരുത്തന്റെ കയ്യിൽ തന്നെയാണ് മിലിറ്ററി ഉള്ളത്. അതുകൊണ്ട് തന്നെ മിലിറ്ററിക്കാർ ഇന്ന് പവറിൽ നിൽക്കുന്നത് ഇവിടെ. എന്തേ ഇപ്പൊ നിന്റെയൊക്കെ ഭരണത്തിന് ഇങ്ങനെ വന്ന് ഈ പുട്ടനാകട്ടന്മാര് പൊട്ടിച്ചെന്നല്ലോ. എന്തിപ്പോ ആർക്കും വന്ന് പൊട്ടിക്കണ്ടേ? ഇന്ത്യയിൽ വന്നിട്ട് പൊട്ടിക്കണ്ടേ? എന്തേ പൊട്ടിക്കാത്തതിന്റെ കാരണം? ആണൊരുത്തന്റെ കയ്യിലാണ് ഇന്ത്യൻ മിലിറ്ററി ഇരിക്കുന്നത്. അതുകൊണ്ട് കണ്ണടയ്ക്കാൻ പറയില്ല എന്നുള്ളത് 100% തീവ്രവാദികൾക്ക് ഉറപ്പാണ്. അതുകൊണ്ട് അവിടെ വന്ന് കളിക്കാത്തത്. നീയൊക്കെ ഭരിക്കുമ്പോ എവിടൊക്കെ പൊട്ടിയടാ? എങ്ങനെ പൊട്ടാതിരിക്കുക? നിന്നെ പോലത്തെ ആളുകളല്ലേ ഉള്ളത്. മാനോ അഭിമാനമുള്ള ഏതെങ്കിലും ഒരുത്തൻ കോൺഗ്രസിൽ ഉണ്ടോ? 4 വോട്ടിന് വേണ്ടി ഈ ജാതി കൂട്ടിക്കൊടുപ്പ് നടത്താൻ നിൽക്കുന്ന നിങ്ങളെപ്പോലത്തെ ആൾക്കാരൊക്കെ ജയിപ്പിച്ചു വിടുന്ന ഇവിടുത്തെ ഹൈന്ദവരുണ്ടല്ലോ, ചൂലെടുത്തടിക്കണം. അവർക്ക് അറിയാത്തോണ്ടാണ് നിന്റെയൊക്കെ സ്വഭാവം. തനി സ്വഭാവം ഇപ്പൊ പറഞ്ഞില്ലേ, ലൈവായിട്ട് പറഞ്ഞില്ലേ, ഇന്ത്യൻ മിലിറ്ററി ഞങ്ങളുടെ കയ്യിലല്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ പോയിട്ട് അങ്ങ് ഉണ്ടാക്കിയാനേന്ന്. നിന്റെയൊക്കെ കഴപ്പ് ചില്ലറ കഴപ്പൊന്നും അല്ലട്ടെന്നാ. ഇത് ഇവിടുത്തെ ഹൈന്ദവരൊന്നും അങ്ങനെ വെറുതെ കണ്ടില്ല എന്നടിക്കൊന്നുമില്ല. ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം. ഇവിടെ വീഡിയോ കാണുന്ന എല്ലാവരോടും ഞാൻ പറയണേ, എല്ലാവരും ഷെയർ ചെയ്യണം. ഇവന്റെയൊക്കെ തനിക്കോണം ഓരോ ഹൈന്ദവന്റെ കുടുംബത്തിലും എത്തണം. ഇന്ന് ഇവനിത് പറയാണ്, ഫലസ്തീനിൽ കിടക്കുന്ന ആളുകളെ കുറിച്ചുള്ള, ഫലസ്തീനെ കുറിച്ചുള്ള അഭിപ്രായം ഇവിടുത്തെ ഏതോ കുണന്മാര് ചോദിച്ചപ്പോ പറയുന്ന കാര്യമാണ്, ഇന്ത്യൻ മിലിറ്ററി ഞങ്ങളുടെ കയ്യിലല്ല,
അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് വിട്ടേനെ, ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുക. അതായത് നമ്മുടെ ഈ പറഞ്ഞ 4 വോട്ടിന് വേണ്ടിയിട്ട്, ഇവരെ വോട്ട് മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിൽ കൊണ്ടുപോയിട്ട് ജീവൻ ബലി കൊടുത്താൽ നമ്മുടെ പട്ടാളക്കാരെ എന്നാ പറയണേ. ഇവനൊക്കെ വോട്ട് കൊടുത്ത് ജയിപ്പിക്കണം. നിങ്ങളൊക്കെ ഉണ്ടല്ലോ കാരണക്കുറ്റി അടിച്ചു പൊട്ടിക്കണം. പറഞ്ഞത് മനസ്സിലായിട്ടില്ല, ചെയ്തല്ലേ മനസ്സിലാക്കി തരണ്ട. അതുകൊണ്ടാ പറഞ്ഞത് ഇവനൊക്കെ ജയിപ്പിക്കണവന്മാരെ നിങ്ങളൊക്കെ ശരിക്കും അവനവന്റെ കുഴി തോണ്ടലാണ്. നല്ലോണം ശ്രദ്ധിച്ചോ. ഈ ഫലസ്തീൻ വിഷയത്തിന് വേണ്ടി ഇടതുപക്ഷവും വലതുപക്ഷവും എത്രയേറെ പ്രീണനങ്ങളാണ് ഈ കേരളത്തിൽ നടത്തുന്നത് നോക്കിക്കോ നിങ്ങൾ. ഇവർക്ക് വേണ്ടി ഇവരുടെ വോട്ട് കിട്ടാൻ വേണ്ടി ഏതെല്ലാം തരത്തിലാണ് ഹൈന്ദവരെ ദ്രോഹിക്കുന്നത് നിങ്ങൾ നോക്കിക്കോ. ഏതെല്ലാം തരത്തില്. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ, എന്നിട്ട് നിങ്ങളുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകണം നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വരട്ടാ. അനുഭവിക്കേണ്ടി വരും. ഒരൊറ്റ ഇലക്ഷനിൽ നിങ്ങൾ മാറ്റി തീരുമാനിച്ചാൽ മതി. ഒറ്റ ഇലക്ഷൻ നിങ്ങൾ മാറ്റി തീരുമാനിച്ചാൽ മതി. അതോടെ നിൽക്കും ഈ പ്രീണനം. അവിടെ നിൽക്കും ഈ പ്രീണനം. അവനവന്റെ പാർട്ടിയാണെന്ന് കരുതിക്കൊണ്ട് കുത്തി കൊടുക്കാൻ നിൽക്കണ്ട. ചതിയന്മാരാണ്, കൊലച്ചതിയന്മാര്. മനസ്സിലായിക്കോളി എല്ലാവരും. ഇനി ഞാൻ പറഞ്ഞുതരാണ്ടാവില്ല. വാണെങ്കിൽ കേട്ടോ, ബുദ്ധിയുള്ളവർ കേട്ടോ. പരമാവധി ഷെയർ ചെയ്യട്ടെ, എല്ലായിടത്തും ഷെയർ ചെയ്യട്ട. ഈ വക കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണം നമ്മൾ. പരമാവധി ആളുകളോട്ട് എത്തിക്കണം വരെ പോലത്തെ ആൾക്കാരുടെ സ്വഭാവങ്ങള്. വെറുതെ കേട്ടാന്മാര്.